സംസ്ഥാനത്ത് പനി ബാധിച്ച് പ്രതിദിനം ചികിത്സ തേടുന്നവരുടെ എണ്ണം 12,000-ന് മുകളിൽ തുടരുന്നു. 12,508 പേരാണ് ഇന്നലെ പനി ബാധിച്ച് ചികിത്സ തേടിയത്. കൊച്ചിയിൽ ഡെങ്കിപ്പനി വ്യാപിക്കുന്നു. 1,252 പേരാണ് ഒരു മാസത്തിനുള്ളിൽ ഡെങ്കിപ്പനി ബാധിച്ച് എറണാകുളത്ത് ചികിത്സ തേടിയത്. പുതുതായി ഒരാൾക്ക് H1N1 പനിയും സ്ഥിരീകരിച്ചു. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്നും S ശ്യാംകുമാർ കൊച്ചിയിൽ നിന്നും ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആദ്യം MG പ്രതീഷിലേക്ക്. പ്രതീഷ്, എന്തൊക്കെയാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്ന കണക്കുകളുടെ വിശദാംശങ്ങൾ? വേണു, സംസ്ഥാനത്തെ കാലവർഷം ശക്തമായതോടുകൂടി പനി ബാധിക്കുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനവാണ് ഉണ്ടാകുന്നത്. തുടർച്ചയായി 12,000-ന് മുകളിലാണ് പ്രതിദിനം പനി ബാധിക്കുന്നവരുടെ എണ്ണം. ഇന്നലെ 12,508 പേരാണ് പനി ബാധിച്ച് സംസ്ഥാനത്തെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുള്ളത്. ഇതിൽ 129 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം 304 പേർ ഡെങ്കിപ്പനി സംശയത്തോടു കൂടിയാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുള്ളത്. 14 പേർക്കാണ് ഇന്നലെ എലിപ്പനി സ്ഥിരീകരിച്ചതും. ഡെങ്കിപ്പനി കേസുകളും എലിപ്പനി കേസുകളും സംസ്ഥാനത്ത് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഈ പനി ബാധിക്കുന്ന പലരും ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത വേണമെന്നതാണ് ആരോഗ്യവകുപ്പ് പ്രധാനമായും പറയുന്ന കാര്യം. ഡെങ്കിപ്പനി, എലിപ്പനി കേസുകൾക്കൊപ്പം H1N1 കേസുകളും വെസ്റ്റ് നൈൽ പനി ഉൾപ്പെടെ സംസ്ഥാനത്ത് വ്യാപകമാകുന്നുണ്ട്. നിലവിൽ ആരോഗ്യവകുപ്പ് കർശനമായ മുന്നറിയിപ്പാണ് ഇക്കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് മുൻപിൽ വയ്ക്കുന്നത്. കാരണം നേരത്തെ കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് ഡയറക്ടർ പറഞ്ഞ ഒരു കാര്യം, ഈ കൂടുതൽ ആളുകളും സ്വയം ചികിത്സ നടത്തുന്ന ഒരു പ്രവണത സംസ്ഥാനത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് കർശനമായും ഒഴിവാക്കണമെന്നതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്ന കാര്യം. ഏതെങ്കിലും തരത്തിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി ആശുപത്രിയിൽ എത്തി തന്നെ വൈദ്യസഹായം തേടണം എന്നതാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്ന കാര്യം. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ഡെങ്കിപ്പനി കേസുകൾ ഉയരാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകൾ ജില്ലാ ഭരണകൂടവും ഒപ്പം ആശുപത്രികളും സ്വീകരിക്കണമെന്നതാണ് നിലവിൽ ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്ന കാര്യം. നിലവിൽ സംസ്ഥാനത്തിൻ്റെ ഈ ആരോഗ്യസ്ഥിതി, പകർച്ചപ്പനി കേസുകൾ ഉൾപ്പെടെ ആരോഗ്യവകുപ്പ് കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. വരും ദിവസങ്ങളിലും പനി ബാധിതരുടെ എണ്ണം ഉയരാൻ തന്നെയാണ് സാധ്യത. പകർച്ചപ്പനി കേസുകളും അല്ലെങ്കിൽ കേസുകളുടെ എണ്ണവും നിലവിൽ വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ 3 പേരാണ് സംസ്ഥാനത്ത് പനി ബാധിച്ച് മരിച്ചത്. ഇതിൽ ഒരു മരണം ഡെങ്കിപ്പനി എന്നും ഒരു മരണം വെസ്റ്റ് നൈൽ എന്നും സംശയിക്കുന്നുണ്ട്. എന്തായാലും കർശന ജാഗ്രതയാണ് ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്നത്. വേണു, ശരി, കൊച്ചിയിൽ നിന്ന് S ശ്യാംകുമാറും ചേരുന്നുണ്ട്. ശ്യാമി, കൊച്ചിയിലെ ഡെങ്കിപ്പനി വ്യാപനത്തെ പറ്റി എന്താണ് അധികൃതർ പറയുന്നത്? വേണു, ഡെങ്കിപ്പനി വ്യാപനവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പോലും തയ്യാറല്ല. പക്ഷേ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കൊച്ചി നഗരത്തിൽ മാത്രം 1,252 കേസുകളാണ് ഡെങ്കിപ്പനിയായി സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഔദ്യോഗിക കണക്കുകൾ തന്നെ വ്യക്തമാകുന്നത്. അതിനു പുറമെ ഏറ്റവും കൂടുതൽ കേസുകൾ സ്ഥിരീകരിക്കുന്നത് കളമശ്ശേരി നഗരസഭാ പരിധിയിലാണ്. 200-ലധികം ഡെങ്കിപ്പനി ബാധിതരാണ് നിലവിൽ സർക്കാർ കണക്കുകളുള്ളത്. വിവിധ സ്വകാര്യ ആശുപത്രികളിലെ കണക്കുകൾ നഗരസഭയ്ക്ക് ലഭ്യമായിട്ടുമില്ല. അവിടങ്ങളിലും നിരവധി പേരാണ് ഡെങ്കിപ്പനി ബാധിതരായി ചികിത്സയിലുള്ളത്. ഇതിനു പുറമെ ഇന്നലെ കൊച്ചിയിൽ ഒരാൾക്ക് H1N1 സ്ഥിരീകരിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. കൊച്ചി നഗരത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി നടക്കുന്നുണ്ടെങ്കിലും സമീപ നഗരസഭകളിലാണ് കേസുകൾ കൂടുന്നത്. പ്രത്യേകിച്ച് കളമശ്ശേരി, തൃക്കാക്കര പോലുള്ള സ്ഥലങ്ങളിൽ കേസുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. വേണു, ശരി, S ശ്യാംകുമാറും MG പ്രതീഷുമാണ് വിവരങ്ങൾ നൽകിയത്.